ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PC ഇൻ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ബയോമോളിക്യൂൾസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള സെൽസിൽ ഒരുപാട് റിയാക്ഷൻസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതിനെ മൊത്തത്തിൽ നമ്മൾ മെറ്റബോളിസം എന്ന് പറഞ്ഞു. ഇതിനാവശ്യമായിട്ട് ഒരുപാട് മോളിക്യൂൾസ് വേണം, ബയോമോളിക്യൂൾസ്. അതിനെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, അതിലെന്തൊക്കെ വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മെറ്റബോളിസത്തിനെ നമ്മൾ അനബോളിസം എന്നും അതേപോലെ തന്നെ കെറ്റാബോളിസം എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എൻസൈംസിനെ കുറിച്ചും ഹോർമോണിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെൽ റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള കുറേയൊക്കെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, നമ്മുടെ സെല്ലിനുള്ളിൽ തന്നെ ഉണ്ട്. എല്ലാ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല, സെല്ലിനുള്ളിലില്ല. സോ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും എന്ത് ചെയ്യണം, സെല്ലിനുള്ളിലേക്ക് സബ്സ്റ്റൻസ് വരണം. അപ്പോൾ അത് അമീബയിൽ എങ്ങനെയാണ്, ആനിമൽസിൽ, പ്ലാന്റ്സിൽ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് പ്ലാസ്മോഡെസ്മാറ്റയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ. പിന്നീട് നമ്മൾ അപ്പോൾ ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും സെല്ലിനുള്ളിലേക്ക് വരണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നീട് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റായിട്ട് ആക്ട് ചെയ്യും. ഇനിയും പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലോ സെൽ വോളും അതിനകത്തുള്ള അതിൻ്റെ കമ്പോണൻസും അതേപോലെ തന്നെ ഫ്ലൂയിഡും എല്ലാം എന്താ, എയർ സാക്കുകളുമെല്ലാം ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റായിട്ട് പ്ലാന്റ്സിൻ്റെ കേസിൽ പറഞ്ഞു. അതേപോലെ അപ്പോൾ അറിയാം, ഒരു മെറ്റബോളിസം നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഒരേപോലെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം ഇല്ല. അതിനകത്തുള്ള കോമ്പോസിഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ആ ജീവിയുടെ ലൈഫിനെ തന്നെ ബാധിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചത്. ഇനിയും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് എങ്ങനെയാണോ എന്ന് പറഞ്ഞു. ഇനി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എത്തുന്നത് ആണെങ്കിൽ പോലും അതെങ്ങനെയാണ് സെല്ലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെംബ്രെയിൻ, മനസ്സിലാവുന്നുണ്ടോ? ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മുടെ സെൽ മെംബ്രെയിൻ വഴി എങ്ങനെയാണ് ഉള്ളിലേക്ക് പോകുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഈ സെൽ മെംബ്രെയിനിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അത്ര നിസ്സാരക്കാരനൊന്നുമല്ല കാര്യം. നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ സെൽ മെംബ്രെയിൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഓരോരുത്തരെ ഉള്ളിലോട്ട് കടത്തിവിടുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സെൽ മെംബ്രെയിനെ എന്താ പ്ലാസ്മ മെംബ്രെയിൻ എന്നും അറിയപ്പെടും. ഇതൊരു സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിനാണ്. അതായത് ഈ സെൽ മെംബ്രെയിന് സെല്ലിനുള്ളിലേക്ക് എല്ലാവരെയും ഒന്നും കടത്തിവിടത്തില്ല. ഇയാൾ ഈസി ആയിട്ട് കടത്തിവിടുന്ന കുറച്ച് ആളുകളുണ്ട്. വാട്ടർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ ഈസി ആയിട്ട് കടത്തിവിടും. എന്നാൽ ചില സബ്സ്റ്റൻസിനെയും ചില അയോൺസിനെയൊക്കെ ഈ സെൽ മെംബ്രെയിനുള്ളിൽ തന്നെ ഉള്ള ചില ഹോൾസിൽ കൂടിയോ ചില ചാനൽസിൽ കൂടിയൊക്കെ ചിലപ്പോൾ എനർജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിലാകാം ചില പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോട് കൂടിയാകാം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഉള്ളിലേക്ക് കടത്തിവിടത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ ആണ് കൊടുത്തിട്ടുള്ള. സെൽ മെംബ്രെയിനിൽ ചില പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, ചില ചാനൽസ്, ഹോൾസ്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മൾ സെല്ലിനുള്ളിലേക്കും എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് വരണം. എങ്കിലേ സെല്ലിനുള്ളിൽ വെച്ച് സെൽ റിയാക്ഷൻസ് നടക്കുകയുള്ളൂ കേട്ടോ. സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിൻ ആണ്. കാര്യം എന്താ, only certain molecules can pass through the plasma membrane. ഏതൊക്കെയാണ് ഈസി ആയിട്ട് കടന്നു പോകുന്നത്? വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഈസിലി പാസ് ത്രൂ ഇറ്റ്, ബട്ട് certain substance and ions can only pass through special channels or pores present in the plasma membrane. അപ്പോൾ ചിലരെ ഈസി ആയിട്ട് കടത്തി വിടും, എന്നാൽ ചില അയോൺസിനെയും ചില സബ്സ്റ്റൻസിനെയും ഈ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ആരിലൂടെ ചില ഹോൾസ്, മൈക്രോപോർ, വളരെ ചെറിയ സൂചനകൾ കാണാം, അല്ല ചില ചാനൽസ് കാണാം, അതിൽ കൂടി മാത്രമേ സെലക്ട് ചെയ്ത് കടത്തിവിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കും മക്കളെ, ശ്രദ്ധിക്കണേ. നമ്മളപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഒക്കെ പറഞ്ഞു. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഉള്ളിലേക്ക് എങ്ങനെയാണ്, ഇനി അഥവാ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എത്തുന്നത് സെല്ലിനുള്ളിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സെൽ മെംബ്രെയിൻ ആൾ പുലിയാണ്, അയാളെ വിളിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിൻ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇയാളുടെ സ്വഭാവം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഞാനിത് ഇച്ചിരി സ്പീഡിലാണ് പറയുന്നത്. കാര്യം എന്താ, നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം, ഞാൻ ഓൾറെഡി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു.
അപ്പോൾ അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് ഞാൻ പറയാം, ആ പോർഷൻ ആകുമ്പോൾ പറയാം. എല്ലാ സാധനങ്ങളും സെയിം തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചൊരു കൺഫ്യൂഷൻ വേണ്ടാലോ, കമൻറ്റ് പിൻ ചെയ്തിട്ടും അത് 1-2 പേര് കണ്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓൺലൈൻ ക്ലാസ് എന്ത് ചെയ്തേക്കാം, ഒരു ചീരത്തണ്ടിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു റിയോ പ്ലാന്റിൻ്റെ അതിൻ്റെ ടോപ്പ് സർഫസിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, അതെന്തെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ഒരു സംഭവം എന്ത് ചെയ്യുക, വെള്ളത്തിലിടുക. അതിനകത്ത് ഫ്രഷ് വാട്ടറിൽ വിടണം, സാൾട്ട് വാട്ടറിൽ വിടണം. അപ്പോൾ ഫ്രഷ് വാട്ടറിൽ ഇടുന്നത് കുറച്ചുകൂടി വീർത്തിരിക്കുന്നത് പോലെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് അത് എന്ത് ചെയ്യും, ചുരുങ്ങത്തേ ഉള്ളൂ, അതിൻ്റെ വലിപ്പം കുറയത്തേ ഉള്ളൂ. അതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്. എന്തിനാ നമുക്കിതൊന്നും പറയണ്ട. നമ്മൾ മാങ്ങ ഉപ്പിലിടുമല്ലോ, മാങ്ങ ഉപ്പിലിടുമ്പോൾ ഉപ്പിലിട്ട മാങ്ങ കുറേ നാളിന് ശേഷം നമ്മൾ ഇട്ടതുപോലെയാണോ ഉപ്പിലിട്ട മാങ്ങ ഇരിക്കുന്നത്? അല്ല, ഇച്ചിരി ചുക്കിച്ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണക്കമുന്തിരിങ്ങ തണുത്ത മീൻസ് ഫ്രഷ് ശുദ്ധജലത്തിൽ നല്ല വെള്ളത്തിലിട്ട് വെക്കത്തില്ലേ രാത്രിയിൽ, എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, മുന്തിരിങ്ങ വീർത്തിരിക്കും. ഇത് രണ്ട് നിങ്ങൾ ആണല്ലോ. അപ്പോൾ ഈ മുന്തിരിങ്ങ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ നമുക്കറിയാം നല്ല വെള്ളത്തിലിടുന്ന സമയത്ത് അത് വീർത്തിരിക്കും. അതെന്തുകൊണ്ടാണ്? മുന്തിരിങ്ങയ്ക്കുള്ളിലുള്ള വെള്ളത്തിനേക്കാളും അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ മുന്തിരിയുടെ വെളിയിലാണ്. സോ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ആ വെള്ളം മുന്തിരിയുടെ ആ ഒരു തൊലിക്കുള്ളിലൂടെ അകത്തോട്ട് കയറും ഒരു രാത്രി നമ്മൾ ഇട്ട് വെക്കുമ്പോഴത്തേക്കും. അതുപോലെ ഉപ്പിലിട്ട മാങ്ങയുടെ കേസിലാണെങ്കിലോ, മാങ്ങയ്ക്ക് ഉള്ളിലാണ് വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ, വെളിയിൽ ഉപ്പിൻ്റെ അംശമാണ് കൂടുതൽ. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് എവിടെയാണോ കൂടുതലുള്ളിടത്ത് നിന്ന് ജലം എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഇപ്പോൾ ഇവിടെ ചീരത്തണ്ടിൻ്റെ കേസിലും അതുപോലെ തന്നെ ശുദ്ധജലത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, വീർത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണും. എന്നാൽ ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ടിരിക്കുന്ന എന്ത് ചെയ്യും, അത് ചുരുങ്ങിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനുള്ള റീസൺ എന്താ? എവിടെയാണോ വാട്ടർ മോളിക്യൂൾസ് കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കാണ് പോകാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉണക്കമുന്തിരിങ്ങ ഒക്കെ വെള്ളത്തിലിട്ട് വെക്കുന്ന കാര്യം പറഞ്ഞു അമ്മമാരോടൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ ഡെയിലി അവർ കുറേശ്ശെ കഴിക്കാനും. കാര്യം ഒരു 30-40 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അവരുടെ ഹെൽത്തൂടെയൊക്കെ നോക്കണ്ടേ. അപ്പോൾ കാൽസ്യത്തിനൊക്കെ ഡെഫിഷ്യൻസി ആവുന്നതിന് മുന്നേ ഇതൊക്കെ കഴിക്കണമെന്ന് പറയണം കേട്ടോ. അത് ഉണക്കമുന്തിരിങ്ങ മാത്രമല്ല, ഹെൽത്തി ഫുഡുകൾ ഒരുപാട് കഴിക്കണമെന്ന് നിങ്ങൾ അവരോട് പറയണം. അവരെപ്പോഴും നിങ്ങളെല്ലേ ശ്രദ്ധിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഒരു ബീക്കറിനകത്ത് ഫ്രഷ് വാട്ടർ എടുക്കണം, അതുപോലെ തന്നെ സാൾട്ട് വാട്ടർ എടുക്കണം. അതിന് രണ്ടിനെയും കൂടി ഒരു സെമി പെർമേബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെക്കുമ്പോഴത്തേക്ക് എ എന്ന് പറയുന്ന പോർഷനിൽ എന്താ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോർഷനിൽ സാൾട്ട് മോളിക്യൂൾസ് ആണ് കൂടുതൽ. എന്നാൽ കുറേ സമയം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾസ് കൂടുതലുള്ളിടത്ത് നിന്ന് ആ സെമി പെർമേബിൾ മെംബ്രെയിൻ വഴി എന്ത് ചെയ്യും, കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണും. മനസ്സിലായോ? ഇത്തരത്തിൽ വാട്ടർ മോളിക്യൂൾസ് കൂടുതലുള്ളിടത്ത് നിന്ന് ഈസി ആയിട്ട് വാട്ടർ മോളിക്യൂൾസ് കുറവുള്ളിടത്തേക്ക് ഇവന്മാർ ഓടിപ്പോയില്ലയോ? ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? അപ്പോൾ ഈ ഓസ്മോസിസ് വളരെ ഈസി ആയിട്ട് നടക്കും. ഒരു കാര്യമേ ഉള്ളൂ, കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണ് എന്ത്, ഓസ്മോസിസ്. Osmosis is the movement of water molecules from a region of its higher concentration to a region of its lower concentration through a semi-permeable membrane. മക്കളെ, ഓസ്മോസിസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ആണെന്ന് പ്രത്യേകം ഓർത്തോണം കേട്ടോ. വാട്ടർ മോളിക്യൂൾസിൻ്റെ കേസിൽ മാത്രമാണ് ഓസ്മോസിസ്. ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ഈസി ആയിട്ടങ്ങ് ഒരു സെമി പെർമെബിൾ മെംബ്രെയിൻ വഴി അങ്ങ് മൂവ് ചെയ്തോളും കേട്ടോ. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് സെൽ മെംബ്രെയിൻ വഴി പാസ് ചെയ്യുന്നത് എന്ത് പ്രോസസ്സ് വഴിയിട്ടാണ്? ഓസ്മോസിസ്. പഠിച്ചല്ലോ. ഇനിയും ഓക്സിജൻ്റെ കാര്യമാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓസ്മോസിസ് വഴി. ഇനി നമ്മൾ ഓക്സിജൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ ഓക്സിജൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ഓസ്മോസിസ് പറഞ്ഞു. അടുത്ത് നമ്മൾ ഓക്സിജൻ മോളിക്യൂൾസ് സെൽ മെംബ്രെയിൻ വഴി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന്, അതായത് ഓക്സിജൻ്റെ മോളിക്യൂൾസ് കൂടുതൽ എവിടെയാണോ അവിടെ നിന്നും ഓക്സിജൻ്റെ മോളിക്യൂൾസ് കുറവുള്ളിടത്തേക്ക് എന്ത് ചെയ്യും, സെൽ മെംബ്രെയിൻ വഴി അത് മൂവ് ചെയ്യും.
അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണാം, വാട്ടർ മോളിക്യൂൾസും കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കല്ലേ വരുന്നത്. അപ്പോൾ ആലോചിച്ചോണം, ഓസ്മോസിസ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആ ഒരു പ്രോസസ്സിന് അത്യാവശ്യമാണ്. പക്ഷേ ഡിഫ്യൂഷന് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അത്ര നിർബന്ധമില്ല കേട്ടോ. അതുപോലെ ഓസ്മോസിസ് നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഓസ്മോസിസ് നടക്കൂ. എന്നാൽ ഡിഫ്യൂഷൻ എന്ത് ചെയ്യും, അതായത് ലിക്വിഡ്സിൻ്റെ കേസിലും നടക്കും, അതേപോലെ തന്നെ ഗ്യാസസിൻ്റെ കേസിലും എന്താ നടന്നോളും, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നോളും. എന്നാൽ ഓസ്മോസിസ് വാട്ടർ മോളിക്യൂൾസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിഫ്യൂഷൻ കോൺസെൻട്രേഷൻ കൂടുക, ഓക്സിജൻ എവിടെയാണോ അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക് ഓക്സിജൻ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഓസ്മോസിസും ഡിഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസും ഞാൻ പറഞ്ഞു. ഇവിടെ രണ്ടിടവും യാതൊരു എനർജിയുടെയും ആവശ്യമില്ല, അവരങ്ങ് കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ഫ്ലോ ചെയ്യും ആണേ. അപ്പോഴേ നമ്മൾ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഡിഫ്യൂഷൻ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തിന്, നമ്മുടെ കിച്ചണിലൊക്കെ നല്ല ഒന്നാന്തരം മത്തി അല്ലെങ്കിൽ ചാള വറക്കുന്ന സമയത്ത് അത് ഇഷ്ടമുള്ളവർക്ക് അതൊരു സുഗന്ധവും അല്ലാത്തവർക്ക് അത് വേറെ എന്തെങ്കിലും ആയിട്ടും തോന്നും. അത് ഡിപ്പെൻസ്. പക്ഷേ എന്നിരുന്നാലും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു ഫ്രൂട്ട് ചക്കയൊക്കെ പഴുത്തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, എന്തിനെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത്, ഇതൊക്കെ മറ്റുള്ളിടത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡിഫ്യൂഷൻ വഴിയാണ് കേട്ടോ. അതൊന്ന് അറിയണം. ഇനി അടുത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇവിടാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ടെക്സ്റ്റിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനിയും കേട്ടോ. ഇതുവരെ ഓക്സിജൻ മോളിക്യൂൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതുപോലെ വാട്ടർ മോളിക്യൂൾസിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഇവിടെ ഇപ്പം ഗ്ലൂക്കോസിൻ്റെ മൂവ്മെൻറ്റ്, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതേപോലെ ചില അയോൺസിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. ഒന്നുമില്ല, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് കുറച്ച് പ്രോട്ടീൻസും ലിപ്പിഡ്സും ആളുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്താണെന്നറിയാമോ? ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കേസിൽ ചില അയോൺസിൻ്റെ കേസിലും എന്താണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണോ അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക് എനർജി ഒന്നും ഉപയോഗപ്പെടുത്താതെ എന്നാൽ ചില പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നതിന് എന്തെന്ന് പറയുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൻ പ്രോട്ടീൻസ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ കണ്ടോ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഗ്ലൂക്കോസിൻ്റെ മൂവ്മെൻറ്റിന് കാരിയർ പ്രോട്ടീൻസ് എന്നും അതേപോലെ ചില അയോൺസിൻ്റെ മൂവ്മെൻറ്റിന് ചാനൽ പ്രോട്ടീൻസ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്, കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണോ അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക് എനർജി ഒന്നും യൂസ് ചെയ്യാതെ എന്നാൽ ചില പ്രോട്ടീൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്നതിനെ എന്തെന്ന് പറയുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചില സാൾട്ടിൻ്റെ കേസസിൽ മക്കളെ ഇതുവരെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ആകാം. നമുക്കൊക്കെ ഇപ്പോൾ നമുക്ക് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന സമയത്ത് ഇച്ചിരി എനർജി ഡ്രിങ്ക് എന്തെങ്കിലും കുടിച്ചെങ്കിലേ നമ്മൾ ആക്റ്റീവ് ആവും അല്ലേ. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു എനർജി റിക്വയറിങ് പ്രോസസ്സാണ്. കാരണം ആക്റ്റീവ് ആക്കാൻ വേണ്ടി എന്ത് വേണം, എനർജി വേണം. ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജിയൊക്കെ സ്വീകരിച്ചിട്ട് ആക്റ്റീവ് കുറഞ്ഞെടുത്ത് നമ്മൾ പിന്നെ ഒരു കൂടിയ അവസ്ഥയിലോട്ട് അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്ത് നിന്ന് കൂടുതലുള്ളിടത്തേക്ക് മൂവ് ചെയ്യുകയാണ്. മനസ്സിലായോ? എനർജിയും ചില കാരിയർ പ്രോട്ടീൻസിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ ആയിരുന്നു ട്വിസ്റ്റ്. കാര്യം ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനകത്ത് കാരിയർ പ്രോട്ടീൻസ് അല്ല ചാനൽ പ്രോട്ടീൻസ് എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നീട് അത് കുറേ കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ടെക്സ്റ്റിൽ എന്താണോ അത് പറയാമെന്ന് വെച്ചിട്ട് ആണ് ആ ക്ലാസ്സിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്, ആക്റ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം, എനർജി വേണം. ദാറ്റ് മീൻസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു എനർജി റിക്വയറിങ് പ്രോസസ്സാണ്. ഇവിടെ എന്താ നടക്കുന്നത്, നമ്മൾ എനർജി ആക്റ്റീവ്നെസ് കുറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി സ്വീകരിച്ചുകൊണ്ട് കൂടുന്നത്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കുറവുള്ളിടത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തേക്ക് മൂവ്മെൻറ്റ് നടക്കും.
എന്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൻ കാരിയർ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിലുള്ള ചില കാരിയർ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്കുള്ള ചില സാൾട്ടിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എനർജി റിക്വയറിങ് പ്രോസസ്സാണ്. ഇതിനാവശ്യമായിട്ടുള്ള എനർജി ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ATP മോളിക്യൂൾസ് ADP ആയിട്ടും PI ആയിട്ടും മാറും. ATP എന്ന് പറയുന്നത് എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്തുള്ള എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് മാറി മാറി നടക്കുക. ATP ADPയും PI ആയിട്ട് മാറും. അത് പിന്നീട് കമ്പൈൻ ചെയ്തിട്ട് ATP ആയിട്ട് മാറും. അപ്പോൾ ATP എന്തായിട്ടൊക്കെ മാറും? ADPയും PI ആയിട്ടും. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ADP എന്ന് പറയുന്നത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ആ PI കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ട് നടക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ കോൺസെൻട്രേഷൻ കുറവുള്ളിടത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്കാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൺഫ്യൂഷനൊക്കെ ഇപ്പോൾ മാറിയെന്ന് വിചാരിക്കുകയാണ്. ലാസ്റ്റ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്തും വൈറൽ ഫീവർ ആയിരുന്നു. നമുക്ക് ത്രോട്ടിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ സ്കൂളുകളിലൊക്കെ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ മഴ കാണുമ്പോൾ തന്നെ പനിയാണല്ലോ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ലതായിട്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഗാർഗിലൊക്കെ ചെയ്ത് വെള്ളത്തിനകത്ത് ഉപ്പിട്ട് നല്ലതായിട്ടൊക്കെ തിളപ്പിച്ച് തൊണ്ടയ്ക്കൊക്കെ പിടിച്ച് ആവിയൊക്കെ പിടിച്ചത് മാറ്റണം കേട്ടോ. ഒരു പക്ഷേ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കാണ്ട് രക്ഷയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയേക്കുവാണ്. ഇച്ചിരി ത്രോട്ടിനാണ് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് കേട്ടോ. എനിക്ക് നല്ലൊരു ഇതായിരുന്നു. 15 ദിവസമെങ്കിലും മിനിമം അതിൻ്റെ ഒരു ഹാങ് ഓവർ കാണും. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ പിന്നെയും ചുമ വരും. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞത് ഉറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാടി ഒന്ന് സടകുടഞ്ഞൊന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, നേച്ചർ ഓഫ് ഫ്ലോ ഓഫ് മോളിക്യൂൾസും നെയിം ഓഫ് ദ പ്രോസസ്സും ഓരോന്നും പറഞ്ഞേ. ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ഏതൊക്കെ പ്രോസസ്സാണ്? നമ്മൾ ആദ്യം പഠിച്ച ഓസ്മോസിസ്, ദെൻ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. കുറവുള്ളിടത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് എനർജിയും കൂടി സ്വീകരിച്ചിട്ട് പോകുന്നത് അല്ലേ. അടുത്തത് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ. ആരാ? ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ദെൻ ആപ്ലിക്കബിൾ ടു വാട്ടർ ഉള്ളി. വാട്ടറിൻ്റെ കേസിൽ ഏതാ? ഓസ്മോസിസ്. ദെൻ എനർജി റിക്വയർഡ് പ്രോസസ്സ് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കേട്ടോ. ഉറപ്പായിട്ട് എക്സാമിന് ഇത് ചോദിക്കും. അടുത്തത് എനർജി നോട്ട് റിക്വയർഡ്. എനർജി ആവശ്യമില്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഒഴിച്ച് ബാക്കിയുള്ളത് ആരൊക്കെയാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ കേട്ടോ. അപ്പോൾ ഇത്രയും പേർക്കും എനർജി ആവശ്യമില്ല. അടുത്തത് കാരിയർ പ്രോട്ടീൻ നോട്ട് റിക്വയർഡ്. കാരിയർ പ്രോട്ടീൻ ആവശ്യമില്ലാത്തത് ടെക്സ്റ്റ് പ്രകാരം നമ്മൾ ഓസ്മോസിസും ഡിഫ്യൂഷനുമാണ്. എന്നാൽ കാരിയർ പ്രോട്ടീൻസിന് ഹെൽപ്പോട് കൂടിയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും പിന്നെ ഈ പറഞ്ഞ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും കേട്ടോ. ഇവിടെ ആയിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ. കാര്യം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചാനൽ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് എന്നാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇപ്പോൾ കണ്ടത്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ടെക്സ്റ്റ് ആണല്ലോ നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. വേറെ ആരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. സോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. എന്താണ് കാരിയർ പ്രോട്ടീൻസ് എവിടെയാണ് വേണ്ടത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് വേണം. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും വേണം. ആര്? കാരിയർ പ്രോട്ടീൻസ്. നമ്മൾ പറഞ്ഞു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതിനകത്ത് നമ്മൾ കാരിയർ പ്രോട്ടീൻസിനെയും കണ്ടു, ചാനൽ പ്രോട്ടീൻസിനെയും കണ്ടു. ആ ഒരു ഡയഗ്രത്തിൽ അല്ലേ, ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനും അതേപോലെ തന്നെ ചില അയോൺസിൻ്റെ കേസസിലും. ഓക്കെ. അടുത്തത് മെറ്റബോളിസത്തിന് എന്ത് വേണം? ചില ന്യൂട്രിയൻസ് വേണം. ഇനി എങ്ങനെയാണ് ആനിമൽസിന് ഈ ഒരു ന്യൂട്രിയൻസ് കിട്ടുന്നത്? നമുക്കറിയാം സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? പ്ലാന്റ്സിന്. ഈ പ്ലാന്റ്സിനെ ആരാണ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കഴിക്കുന്നത്? ആനിമൽസ്. അപ്പോൾ ആനിമൽസിന് ന്യൂട്രിയൻസ് കിട്ടുന്നത് എന്ത് വഴിയാണ്? പ്ലാന്റ്സ് വഴിയിട്ട് അല്ലേ. അപ്പോൾ ഇനി എൻ്റെ തൊട്ടപ്പുറത്തൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആൽഗ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ വിഭാഗത്തിലുള്ളതുണ്ട്. ഈ ആൽഗയ്ക്കകത്ത് തന്നെയുള്ള ബ്ലൂ ഗ്രീൻ ആൽഗയും എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ളതാണ് കേട്ടോ. അത് ജസ്റ്റ് ഇവിടെ ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. അപ്പോൾ
ഈ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതൽ ഓരോ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് പഠിക്കും, പക്ഷേ ഓരോ ക്ലാസ്സിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 മുതൽ 10 വരെ ഉള്ളതിൽ ഫോട്ടോസിന്തസിസ് ഡീറ്റെയിൽ ആയിട്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഇവിടെ പഠിക്കും. പിന്നെ നിങ്ങൾ +1 +2 ഒക്കെ ബയോ സയൻസ് ആണെങ്കിൽ അവിടെയും നിങ്ങൾ പഠിക്കും. അപ്പോൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, ക്ലോറോഫിൽ. പിന്നെ നമുക്കറിയാം സൺലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം. ഇതൊക്കെ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഫുഡ് മേക്ക് ചെയ്യും, അത് നമ്മൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കഴിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്പ് എന്നും ആനിമൽസിനെ ഹെട്രോട്രോപ്പ് എന്നും പറയും. കാര്യം സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് വഴി ന്യൂട്രിയൻസിനെ ലഭിക്കുന്നത് ഏതൊക്കെ? ബ്ലൂ ഗ്രീൻ ആൽഗയുടെ കാര്യം നമ്മൾ ആ ഒരു ബോക്സിലും പറഞ്ഞു, അതും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇനി നമ്മൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ള ക്ലോറോഫിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ക്ലോറോപ്ലാസ്റ്റിലാണ്. പിഗ്മെൻറ്റുകളെല്ലാം കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോഫിൽ എയും ബിയും ഒക്കെ ഉണ്ട്. സൺലൈറ്റിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കുന്നവരും ഇൻഡയറക്റ്റായിട്ട് പങ്കെടുക്കുന്നവരും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ എന്തായാലും പഠിക്കാൻ പോകുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ക്ലോറോഫില്ല് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത പേജിൽ ക്ലോറോപ്ലാസ്റ്റ് എന്തിനാണ് വന്നതെന്നുള്ള സംശയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോറോഫിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ക്ലോറോപ്ലാസ്റ്റിൽ. അപ്പോൾ ഇനി ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റിൽ എവിടെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. ലീഫിൻ്റെ ഏറ്റവും ടോപ്പ് സർഫസിലുള്ള എപ്പിഡെർമൽ സെൽസിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഉപരിതലത്തിൽ കാണപ്പെടുന്ന സർഫസിൽ കാണപ്പെടുന്ന സെൽസ്. അപ്പോൾ ഈ എപ്പിഡെർമൽ സെൽസിനിടയിലുള്ള ഒരു സ്പേസാണ് മീസോഫിൽ സെൽസ്. എപ്പിഡെർമൽ സെൽസിനിടയിൽ കാണപ്പെടുന്ന സെൽസാണ് മീസോഫിൽ സെൽസ്. അപ്പോൾ ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റൊമാറ്റ കാണിച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ എപ്പിഡെർമൽ സെൽസ് നമ്മൾ പറഞ്ഞു സർഫസിൽ കാണപ്പെടുന്ന സെൽസാണ്. എപ്പിഡെർമൽ സെൽസിനിടയിലാണ് മീസോഫിൽ സെൽസ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റൊമാറ്റ കാണിച്ചിട്ടുണ്ട്. സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം ലീഫിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന മൈക്രോപോറാണ് സ്റ്റൊമാറ്റ. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നതും അതുപോലെ തന്നെ എക്സ്ട്രാ ഉള്ള വാട്ടേഴ്സ് വേപ്പറായിട്ട് പോകുന്നതും ഈ സ്റ്റൊമാറ്റ വഴിയാണ്, ഇല്ലേ? ബീൻസിൻ്റെ ആകൃതിയിൽ, പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഷേപ്പാണ്. അതിൻ്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും ഒക്കെ ഒരുപാട് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന എപ്പിഡെർമൽ സെൽസ് കണ്ടു, മീസോഫിൽ സെൽസ് കണ്ടു, ഇതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാം. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. അതിന് ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ആർക്ക്? ക്ലോറോപ്ലാസ്റ്റിന് കേട്ടോ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ മെംബ്രെയിനുണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇനി ഇതിനകത്ത് ഈ ഒരു മെംബ്രെയിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്, ഒരു ഫ്ലൂയിഡ് പാർട്ട്. അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? സ്ട്രോമ. എന്താ പറയുന്നത്? സ്ട്രോമ എന്ന് പറയും. ഈ സ്ട്രോമയ്ക്കുള്ളിൽ ഈ കോയിൻസ് അടുക്കി വെച്ചേക്കുന്ന പോലെ കുറേ എണ്ണത്തിനെ കണ്ടോ അടുക്കി വെച്ചേക്കുന്നത്? അതിനകത്ത് ആ ഒരു കോയിനെ നമ്മൾ എന്തുവാ പറയുന്നതെന്ന് അറിയാമോ? തൈലക്കോയിഡ്. എന്തുവാ പറയുന്നത്? തൈലക്കോയിഡ്. ഈ തൈലക്കോയിഡ് എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ സാക്കാണ്. ഇത്തരത്തിലുള്ള മെംബ്രെയിൻ സാക്കിന് ഓരോ കോയിൻസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ കണ്ടോ? ഇത്തരത്തിലുള്ള മെംബ്രെയിൻ സാക്കായിട്ടുള്ള തൈലക്കോയിഡിൻ്റെ സ്റ്റാക്കിന് ആ ഒരു കുത്തനെയുള്ള ആ ഒരു ഓരോ അടുക്കിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാന. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. അതിനുള്ളിലൊരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്, അതാണ് സ്ട്രോമ. സ്ട്രോമയ്ക്കുള്ളിൽ തൈലക്കോയിഡ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന. നോക്കിക്കേ, ആ ഗ്രാനകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് വേറൊരാളെയും കൂടെ കാണിച്ചിട്ടുണ്ട്. എന്താണത്? സ്ട്രോമ ലാമെല്ല. എന്താണ്? സ്ട്രോമ ലാമെല്ല. അപ്പോൾ ഡബിൾ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഫ്ലൂയിഡ് പാർട്ടുണ്ട്. എന്താണ്? സ്ട്രോമ. അതിനുള്ളിൽ തൈലക്കോയിഡ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഗ്രാന. പിന്നെ സ്ട്രോമ ലാമെല്ലേ. കണ്ടേ? ഇനി നമ്മൾ ഫോട്ടോസിന്തസിസ് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകാം. ഫോട്ടോസിന്തസിസ് മെയിനായിട്ടും 2 ഘട്ടങ്ങളിലായിട്ടാണ്, 2 ഫേസസ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് ലൈറ്റ് ഫേസും ഒന്ന് ഡാർക്ക് ഫേസും. അപ്പോൾ ഇതെവിടൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫില്ലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്ന പ്രോസസ്സാണ്.
ഇല്ലേ? അപ്പോൾ ഇത് 2 ഫേസസ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് ലൈറ്റ് ഫേസ്, ഒന്ന് ഡാർക്ക് ഫേസ്. അപ്പോൾ ഈ ലൈറ്റ് ഫേസ് ആ പേരിൽ തന്നെ ഉണ്ട്. സൺലൈറ്റിൻ്റെ പ്രസൻസിലായിരിക്കും എന്ത് നടക്കുന്നത്? ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഇതെവിടാണ് നടക്കുന്നതെന്ന് അറിയാമോ? ഗ്രാനയിൽ വെച്ച്. ഗ്രാന എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നില്ലേ? അയാളിലാണ് എന്ത് നടക്കുന്നത്? ലൈറ്റ് ഫേസ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൈറ്റ് ഫേസിൽ നടക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റും. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഓക്സിജൻ എക്സ്പെൽ ചെയ്യുമല്ലോ, പുറന്തള്ളും. അത് ഈ ജലത്തിനെ, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഓക്സിജനാണ്. പിന്നീട് ഹൈഡ്രജൻ ഉണ്ടാവുമല്ലോ. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലേക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്, ലൈറ്റിൻ്റെ പ്രസൻസിലാണ്. വാട്ടർ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് മാറും. ആ മാറുന്ന ഓക്സിജനെ അങ്ങ് എക്സ്പെൽ ചെയ്യും, പുറത്ത് കളയും. ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി കറൻസി എന്നറിയപ്പെടുന്ന ATP ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ATP ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലൈറ്റ് ഫേസിൽ നടക്കുന്നത്. അടുത്തത് ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ ആ ഫ്ലൂയിഡ് പാർട്ട്, അവിടെ. ഇതിന് ലൈറ്റ് ആവശ്യമില്ല, ഇവിടെ ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നില്ല കേട്ടോ. അതുപോലെ ഫസ്റ്റ് ഫേസിലുണ്ടാകുന്ന ഹൈഡ്രജനും അതുപോലെ ഉണ്ടായിട്ടുള്ള എനർജി മോളിക്യൂളും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഫോം ചെയ്യിക്കും. ലൈറ്റ് ഫേസിൽ ഉണ്ടാക്കുന്ന ഹൈഡ്രജനെയും ATP മോളിക്യൂൾസിനെയും ഡാർക്ക് ഫേസിലാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഫേസിലാണ് ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഫേസിൽ എന്തിനൊക്കെയാണ്? ഹൈഡ്രജനും അതുപോലെ തന്നെ ATP മോളിക്യൂളും. അതുപോലെ ഓക്സിജനെ എക്സ്പെൽ ചെയ്യുന്നതും ലൈറ്റ് ഫേസിൽ വെച്ചിട്ടാണ്. എന്നാൽ ഡാർക്ക് ഫേസിൽ വെച്ച് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ATP മോളിക്യൂൾസിനെയും ഹൈഡ്രജനെയും പ്രയോജനപ്പെടുത്തി കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹൈഡ്രജനെയും കൂടി മിക്സ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നത് ഡാർക്ക് ഫേസിൽ വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഡാർക്ക് ഫേസിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അദ്ദേഹം കണ്ടെത്തിയതിന് അദ്ദേഹത്തിന് 1961 നോബൽ പ്രൈസ് ലഭിച്ചു കെമിസ്ട്രിയിൽ കേട്ടോ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റൻസ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫില്ലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആരൊക്കെ തമ്മിൽ ചേർന്ന് എന്തുണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹൈഡ്രജനെയും കൂടി കമ്പൈൻ ചെയ്ത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫില്ലിൻ്റെയും കൂടി സഹായത്തോട് കൂടിയിട്ട് അവിടെ എന്തിനെയാണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസിനെയും ഓക്സിജനെയും. അപ്പോൾ ആ ഒരു ചിത്രീകരണം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, അത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫില്ലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിന് ശേഷം ഗ്ലൂക്കോസിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കണം. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാവും, പക്ഷേ ഇത് വാട്ടറിൽ പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ആവും. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസിനെ ഫസ്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യും. പ്ലാന്റ് അവരുടെ ആവശ്യത്തിനല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അവരുടെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും അവരുടെ ലൈഫ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ എനർജിയും സ്റ്റാർച്ചിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സ്റ്റാർച്ച് പല മെറ്റബോളിക് ആക്ടിവിറ്റീസിനും ശേഷം പല സബ്സ്റ്റൻസ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഗ്ലൂക്കോസാണ്. പക്ഷേ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യും? വാട്ടറിൽ ഡിസോൾവ് ആവും. സോ അതിനെ ഇൻസോൾബിൾ സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സ്റ്റാർച്ചിൽ നിന്നാണ് പ്ലാന്റ്സിൻ്റെ ലൈഫ് പ്രോസസ്സിന് മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള എനർജീസ് എല്ലാം അതെടുക്കുന്നത്. എന്നിട്ട് മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ സ്റ്റാർച്ച് പല സബ്സ്റ്റൻസ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ കാണിച്ചിട്ടുള്ള ടപ്പിയോക്ക, പാഡി, വീറ്റ് ഇതിലെല്ലാം സ്റ്റാർച്ചാണ് അടങ്ങിയിട്ടുള്ളത്. ഫ്രൂട്ട്സിൽ എന്താണ്? ഫ്രക്ടോസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഷുഗർ കെയിനിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? സൂക്രോസ് ആണ്. അപ്പോൾ ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ്, ബയോമോളിക്യൂൾ ആണെന്നുള്ളത് അറിയാം. വേരിയസ് ന്യൂട്രിയൻസ് ഫ്രം ഗ്ലൂക്കോസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് പെട്ടെന്ന് സോലുബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ചിൽ നിന്നാണ് പ്ലാന്റ്സ് അതിൻ്റെ ലൈഫ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എനർജി സ്വീകരിക്കുന്നത്. പിന്നീട് മെറ്റബോളിസം നടത്തിയിട്ട് ഈ സ്റ്റാർച്ച് പല സബ്സ്റ്റൻസ് ആയിട്ട് മാറും.
ഫസ്റ്റ് സൂക്രോസ് ആണ്. പിന്നീട് ഈ സൂക്രോസ് എന്തായിട്ട് നമുക്കറിയാം, സ്റ്റാർച്ച്, സൂക്രോസ്, ഫ്രക്ടോസ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ്, ഇതെല്ലാം എന്താണ് ഗ്ലൂക്കോസിൽ നിന്നുണ്ടാകുന്ന ബാക്കി ഉള്ള ന്യൂട്രിയൻസ് ആണ്. ഇവരിൽ നിന്നാണ് ആനിമൽസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനെ നമ്മൾ എന്തെന്ന് പറയും, ഓട്ടോട്രോപ്സ് എന്ന് പറയും, ആനിമൽസിനെ ഹെട്രോട്രോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ വാട്ടർ, ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയുന്നത് ന്യൂട്രിയൻസ് കേട്ടോ, പോഷക ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത 2 ക്ലാസ്സസ് ആണ് ഒരുമിച്ചിട്ടത്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്നും വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ കാണുക, തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.